വേഗം വരാമെന്നരുളി ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ലാഭത്തിനായി, പ്രതിഫലത്തിനായി മനുഷ്യർ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നാമും ഒരു പരിധിവരെ പ്രതീക്ഷയോടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുകയും വളരെ കഷ്ടപ്പെട്ട ഓരോ ദിവസവും യാത്ര ചെയ്യുകയും ചെയ്യുന്നവരാണ്. കഠിനാധ്വാനവും പ്രതിസന്ധിയുടെ നടുവിൽ അതിനെ തരണം ചെയ്യാനുള്ള ധൈര്യവും പലപ്പോഴും നമ്മളെ ജയത്തിലേക്ക് നയിക്കാറുണ്ട്. മാത്രമല്ല, അനേക സമയങ്ങളിൽ പ്രതിസന്ധികളും നിരാശകളും നമ്മളെ താഴ്ചയിലേക്കും തകർച്ചയിലേക്കും തള്ളിവിടാറുണ്ട്. എന്നാൽ സദൃശ്യവാക്യം 23 അധ്യായം അതിൻ്റെ 18 വാക്യം വായിക്കുമ്പോൾ ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. മനുഷ്യജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ വിശ്വാസമാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാനവും. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസത്താൽ ലാഭമായിരുന്ന പലതും ഛേദമെന്നെണ്ണിയ അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. പിന്നെയും അതിൻ്റെ 17 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേക ദുഷ്ടന്മാരാകുന്ന പാപികളാകുന്ന മനുഷ്യരുടെ വളർച്ചയെയും ഉയർച്ചയെയും കണ്ട് നമ്മുടെ ജീവിതം അസൂയപ്പെടേണ്ടുന്ന കാര്യമില്ല. പിന്നെയോ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ജീവിതത്തിൻ്റെ നാടുകളിൽ കഠിനാധ്വാനം ചെയ്ത് ഒന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കാത്തിരിക്കുന്ന അനേകർ ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. എന്നാൽ ഒരു കർഷകൻ കൃഷി ഇറക്കുവാൻ നിലമൊരുക്കി കൃഷി ഇറക്കിയതിന് ശേഷം ചില മാസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ പ്രയത്നങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ, തകർച്ചകളുടെയും ബാധ്യതകളുടെയും നടുവിൽ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവാശ്രയത്തിൽ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രതീക്ഷയും ഓരോ പരാജയത്തിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ പര്യാപ്തമായിരിക്കും. മാത്രമല്ല, നിരാശ ബാധിച്ച് ആത്മഹത്യയ്ക്ക് പ്രേരിതരായി ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും തകർച്ചകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുവാൻ ദൈവത്തിലുള്ള പ്രതീക്ഷ അവനെ ശക്തനാക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വിശ്വാസി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബലത്തിൽ നിന്ന് ബലം പ്രാപിച്ച് ആത്മശക്തിയുള്ളവരായി ദൈവിക അധികാരത്തോടും ദൈവകൃപയോടും കൂടെ മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്താണ് പ്രതീക്ഷ? യെരമ്യാ പ്രവചനം 29 അധ്യായം അതിൻ്റെ 11 വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന വിചാരങ്ങൾ ദൈവം പറയുന്ന വാചകമാണ്. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് ആകുന്നു. മനുഷ്യജീവിതത്തിൽ അനേക കഷ്ടങ്ങളും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും ഉണ്ടെങ്കിൽ പോലും ദൈവം, അതേ സർവശക്തനാകുന്ന ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾ, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചിന്താഗതികൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ കാരണമാകുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ അനേകർ
നമ്മൾ തകർന്നു കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അതുപോലെ ശത്രു ജീവിതയാത്രയിൽ പിശാചാകുന്നവൻ അനേക സമയങ്ങളിൽ നമ്മളെ വീഴ്ച കളയുവാൻ ശ്രമിക്കുന്നത് കാണുവാൻ കഴിയും. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു: ശത്രു വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ താങ്ങി എന്ന് കാണുവാൻ കഴിയുന്നു. പിന്നെയും ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു: തൻ്റെ വലങ്കരം പിടിച്ച് തൻ്റെ ഭക്തന്മാരെ ദൈവം താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. പിന്നെയും ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു: തൻ്റെ ഭക്തന്മാരെ ദൈവം പരിപാലിക്കുന്നു. അതെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിചാരങ്ങൾ, ചിന്താഗതികൾ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ കാരണമാകുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയുള്ളവരായി, ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് കഴിക്കുവാൻ നാം തയ്യാറാകുന്നു. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ഭക്തനാകുന്ന ഇയ്യോബിനെ നമുക്ക് കാണുവാൻ കഴിയും. വളരെ കഷ്ടങ്ങളിലൂടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ വ്യതകളെക്കാളും വലിയ കഠിനതയേറിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഇയ്യോബെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു. തൻ്റെ മൃഗസമ്പത്തുകൾ, തൻ്റെ മക്കൾ, തൻ്റേതാകുന്ന ആരോഗ്യം, ദേഹം മുഴുവൻ പരുക്കൾ എന്നുവേണ്ട ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അനേക പ്രതിസന്ധിയുടെ മണിക്കൂറുകൾ തൻ്റെ മുമ്പിൽ കടന്നു വന്നു. കുടുംബത്തിൽ ഒറ്റപ്പെട്ടു, കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടു. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്: പ്രത്യാശ മുറുകെ പിടിച്ച് പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ ദൈവം തന്നെ വിടുവിക്കും എന്നുള്ള വാഞ്ചയോടെ താൻ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. പരിണിത ഫലമോ ദൈവം തനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. പരിണിത ഫലമോ ഈ കഷ്ടതകളുടെ എല്ലാം നടുവിൽ നിന്ന് ഒരു ദിവസം താൻ പുറത്തു വന്നു. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന്, നിങ്ങളുടെ വ്യാകുലതകളിൽ നിന്ന്, നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കടഭാരങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. പക്ഷേ എന്തു ചെയ്യണമെന്നറിയാമോ? ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. പ്രത്യാശയോടെ അതിനായി കാത്തിരിക്കുക അത്രയേ വേണ്ടുന്നത്. മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവവചനത്തിൽ വിശ്വസിക്കാം, ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. നമ്മുടെ കഷ്ടങ്ങൾക്ക് നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാം. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുക. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു പ്രതീക്ഷയോടെ യഹോവയ്ക്കായി കാത്തിരിക്കാം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉദ്ധാരണവും നീക്കുപോക്കും നന്മകളും നൽകി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. സ്വർഗീയ പിതാവേ, നിൻ്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ബാധ്യതകളും ദുഃഖങ്ങളും നിരാശകളും അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ വേണ്ടുന്ന സമാധാനം നിൻ്റെ ജനത്തിൻ്റെ മേൽ കൊടുക്കണം. രോഗമോ കടഭാരമോ പ്രതിസന്ധിയോ വ്യാകുലതകളോ ആയി ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവശക്തിയോടെ എഴുന്നേൽപ്പാൻ ആവശ്യമായ ദൈവിക അനുഗ്രഹം നിൻ്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം കൽപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലസ് യു ആൾ.